ഇറ്റ്സ് എ കംബാക്ക് മൂവി ഫോർ ദിലീപേട്ടൻ. അത് മാത്രമല്ല, പുള്ളി കുറ്റാരോപിതനിൽ നിന്ന് അക്യൂട്ടഡ് ഓഫ് ഓൾ ചാർജസ് എന്നുള്ളൊരു സാധനം നിരപരാധിയാണെന്ന് തെളിയിച്ചതിന് ശേഷമുള്ള പടമാണ്. ലോജിക്ക് നോക്കണ്ട. ലാലേട്ടനും ദിലീപേട്ടനും രണ്ടുപേരും കൂടി ഉള്ളൊരു പരിപാടി ഡെഫിനറ്റ്ലി ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. കുറേ നാളുകൾക്ക് ശേഷമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പടമായിരുന്നു. ആ അത് ശരി, ഒരു കംബാക്ക്, അതിന് ശേഷമുള്ള ഒരു കംബാക്ക് എല്ലാം സൂപ്പറായിട്ടുണ്ട്. ക്രിസ്മസ് തൂക്കണം, അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഈ ക്രിസ്മസ് ദിലീപേട്ടൻ എടുത്തു, അതുക്കും മേലെ അതുകൊണ്ട്. അത് മാത്രമല്ല, ദിലീപേട്ടനും എന്താ പറയുക, എല്ലാവരും ഈ സിനിമ കാണരുത് എന്നുള്ളൊരു പ്രചരണമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സിനിമ വമ്പ വിജയിക്കും പടം. ലാലേട്ടനുണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. ഇപ്പൊ യൂത്തിനാണെങ്കിലും പിന്നെ ദിലീപേട്ടന് ഓൾ ടൈം ഫേവറേറ്റ് ആണല്ലോ. അപ്പൊ ഇത് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഈ സിനിമ ഒരു 100 അതിലും മേലെ സിനിമയല്ലേ ബ്രോ. സിനിമ വേറെ, റിയൽ ലൈഫ് വേറെ. പുള്ളിയെ ശിക്ഷിക്കാനുള്ള കോടതിയല്ലേ, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സിനിമയായിട്ട് കാണണം, അത്രേ ഉള്ളൂ. സിനിമയായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ദിലീപ് മാത്രമല്ലല്ലോ ഇതിൽ വർക്ക് ചെയ്തത്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയായിട്ട് കണ്ടാൽ മതി. കാരണം ഇനിയും പുള്ളിയുടെ പടങ്ങൾ വന്നാൽ ഇനി ദിലീപേൻ്റെ പട്ടാഭിഷേകം തുടങ്ങിയെന്ന് തന്നെ പറയാം. പിന്നെ അത് കയറും എന്നുള്ള 1000 ഒന്നും കയറുമെന്ന് അറിയില്ല. 500 കിട്ടിയ രക്ഷപ്പെട്ട്. പിന്നെ കുറേ ഹേറ്റേഴ്സ് ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. അത് നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കോടതി വിധി നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ദിലീപേട്ടൻ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധി തന്നല്ല. ഇനി ദിലീപേട്ടൻ്റെ എല്ലാ പടങ്ങളും ഹിറ്റായിരിക്കും. ഇപ്പോൾ ഇത്രയും നാൾ ഞാൻ ദിലീപേട്ടനെ മനസ്സുകൊണ്ട് പ്രാഗിയായിരുന്നു. ഇനി ദിലീപേട്ടന് നല്ലത് മാത്രം വരുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. കാരണം കോടതി വിധി വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയി. കാരണം ദിലീപേട്ടൻ കുറ്റക്കാരനല്ല എന്നുള്ളപ്പോൾ സന്തോഷം. വിധി വന്നതിന് മുമ്പ് ഒരുപാട് ദിലീപേട്ടന് നമ്മൾ മനസ്സുകൊണ്ടിട്ട് അങ്ങനെ ചെയ്തല്ലോ. നമുക്കും അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ദിലീപേട്ടൻ അല്ല എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കരഞ്ഞുപോയി. ദിലീപേട്ടനെ പ്രാഗിക്കൊണ്ടിരുന്ന വെച്ചാൽ ഞാൻ ദിലീപേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന്, നല്ലത് മാത്രം വരുത്തണേന്നും പറഞ്ഞു. അത്രേ ഉള്ളൂ. കല്ലെറിയാല്ലേ, കുറ്റം ചെയ്യാത്തൊരു കല്ലെറിയട്ടെ, അത്ര പറയാനുള്ളൂ. നമുക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. ദിലീപേട്ടൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ 2017 പോലും വിശ്വസിക്കുന്നവരാണ്. അതിപ്പോൾ മീഡിയാസും കോടതിയും തെളിഞ്ഞു. 100-ൽ പരം തെളിവുകൾ കൊടുത്തിട്ട് ഒന്നും. പക്ഷെ എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ പുള്ളീനെ ക്രൂശിക്കണേന്നാണ് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക, ഇതിൻ്റെ പുറകിലുള്ള ആളെ കണ്ടുപിടിക്കുക. ഒരാൾ കുറ്റവിമുക്തനായി പുറത്തു വന്നു, ആ വ്യക്തി ഒരു സെലിബ്രിറ്റിയാണ്, നടനാണ്, ആൾക്ക് ഇനി ജീവിതമുണ്ട്, ആളുടെ കുടുംബം എല്ലാം ഉണ്ട്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ ഒന്നും അറിയാണ്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ കിടന്ന് എന്തോരം പേര് നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ സിനിമ കാണാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാം. പക്ഷെ ഒരാളിലേക്ക് ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ദിലീപേട്ടൻ 2-3 പടത്തിൽ ഉണ്ട്. 2020 ലാലേട്ടൻ്റെ അനിയനായിട്ട്. പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ 1-2 ഉണ്ട്. അതുപോലെ മമ്മൂട്ടി സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇതിലുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഹൈപ്പ് കിട്ടുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. 100% വിജയിക്കും. ജനപ്രിയ നായകൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ ആവണം. കാരണം രാമലീല വിജയിച്ചിട്ടുണ്ടോ, ബബ്ബയും വിജയിക്കും. നമ്മളിപ്പോൾ അതില് അവര് പറഞ്ഞ പോലെ തന്നെ ഒരു മാനസ്, ഒരു പ്രാന്തം പടം, മാസ് മസാല കോമഡി ഇതുണ്ടാവും ബ്രോ. പോസ്റ്ററൊക്കെ ഇട്ടേക്കാണ്. ഞാൻ ഈ പോസ്റ്റർ കിട്ടിയപ്പോ ഈ പടക്ക് ഈ സിനിമക്ക് ഫുൾ വെയിറ്റിംഗ് ആയിരുന്നു. അല്ല ഇത് മാത്രമല്ല, 2.5 വർഷമായിട്ട് അത്ര വെയിറ്റിംഗ് പടത്തിന്. കട്ട ദിലീപ് ഫാനാണ്. കുറെ നാൾക്ക് ശേഷമാണ് അതും കാണുന്നത്. അതും ഒരു പുതുമയല്ല, എന്നാലും ഒരു രണ്ടുപേരും വരുമ്പോൾ വേറെ എക്സ്പീരിയൻസ് ശേഷമാണ് ദിലീപേൻ്റെ ഇങ്ങനത്തെ ഒരു പടം വന്നത്. അപ്പം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ലാലേട്ടനും കൂടി ഉണ്ടല്ലോ ബോക്സ് ഓഫീസിൽ കയറി തൂക്കും. പക്ഷെ പോസിറ്റീവ് അടിക്കണം. നമ്മ അത്ര ചെറിയ കാര്യമില്ല. പോസിറ്റീവ് അടിക്കുകയാണെങ്കിൽ പൊളിക്കും എന്തായാലും വേണ്ട, അത് ഉറപ്പാണ്.